നമസ്കാരം, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബീഫ് റോസ്റ്റ് ആട്ടോ. ബീഫ് റോസ്റ്റ് നിങ്ങളെല്ലാവരും തയ്യാറാക്കലുണ്ടാവും, പക്ഷെ ഇതുപോലൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല കിടു ടേസ്റ്റാണ്. അപ്പത്തിൻ്റെയും എന്തിൻ്റെ കൂടെയും കപ്പ എല്ലാത്തിൻ്റെ കൂടെ യോജിച്ച് പോകുന്ന ഒരു സംഭവമാണ്. നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. നമ്മുടെ ബീഫ് റോസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു 500 ഗ്രാം ബീഫാണ് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വെള്ളമില്ലാതെ എടുക്കണേ. നല്ലോണം കഴുകിയിട്ട് വെള്ളം പോക്കിയിട്ട് വേണം എടുക്കുക. ഇത് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. ഇനി അതിലേക്ക് ഞാനിതാ ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂണോളം ഉപ്പ്. അതേപോലെ 1 ടേബിൾ സ്പൂൺ തന്നെ അല്ല, ഒരു 3/4 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇത് മൂന്നോടി ഇട്ടിട്ടൊന്ന് ഒറ്റ വിസിലിട്ടോ, 1 വിസിലടിച്ചിട്ട് എടുക്കുകയാണ്. വെന്ത് പോവരുത്. അതേപോലെ വെള്ളം തീരെ വേണ്ട. ഇങ്ങനെ ഡയറക്റ്റ് നമുക്ക് ഒറ്റ ഒരു വിസിലടിച്ചെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. 1 വിസിലടിക്കട്ടെ. ഇത് കൂടുതൽ വിസിലടിക്കരുതേ, നമുക്ക് പിന്നെയും വേവിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഒറ്റ വിസിലിന് ഓഫ് ചെയ്യണേ. ഇത് വന്ന് ഇതാ ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇതാ ഒറ്റ വിസിൽ വന്നിട്ടുള്ളൂ, പക്ഷേ നല്ല വെള്ളം വന്നില്ലേ. നമ്മൾ തീരെ വെള്ളം വെച്ചില്ലല്ലോ. ഇതൊന്ന് നമുക്ക് വറ്റിച്ചെടുക്കാം കേട്ടോ. തുറന്ന് വെച്ചിട്ട് ഈ വെള്ളം കംപ്ലീറ്റ് നമുക്ക് ഇതിൽ നിന്ന് വറ്റിച്ചെടുക്കണം. കണ്ട് നമ്മുടെ വെള്ളം കംപ്ലീറ്റ് വറ്റി. ഈ കുരുമുളകും മഞ്ഞൾപ്പൊടിയും ആയിട്ട് നല്ലതായിട്ട് പിടിച്ചുകൊണ്ട് ഇനി തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഒരു 10 മിനിറ്റ് ആറാൻ വെക്കാം. ഈ വെന്ത ബീഫ് ഞാനൊരു ബൗളിലേക്ക് മാറ്റി. അത്യാവശ്യം നമുക്ക് കൈ കൊണ്ട് പിടിക്കാൻ പറ്റിയ ചൂടൊക്കെ പോയിട്ടുണ്ട്. നല്ല ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇതാ വെന്തിട്ടുമില്ല നല്ലോണം. ഇനി നമുക്കിതിലേക്ക് ഇതൊന്ന് കുറച്ച് മസാല കൂടി ചേർത്ത് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനൊരു 3/4 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസ്, ഒരു ടേബിൾ സ്പൂൺ, നമ്മൾ 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് ഇട്ടിരുന്നു. ഇനി നമ്മൾ സാധാ മുളക് പൊടി 1 ടേബിൾ സ്പൂണ്, കാശ്മീരി ഉണ്ടെങ്കിൽ അതും കൂട്ട്, അതിനനുസരിച്ച് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഉപയോഗിക്കുക കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് 1 ടേബിൾ സ്പൂണ്, 2 കൂടെ അര വീതം അതും ഇട്ട്. പിന്നെ ഇതാ 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി. ഇനി ഇതൊന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടൊരു അരമണിക്കൂർ നമുക്ക് ടൈമുണ്ട്, അതിനനുസരിച്ച് ഒന്ന് വെക്കണം കേട്ടോ. ഈ മസാല ഒക്കെ ഒന്ന് ഇതിലേക്ക് പിടിക്കാൻ. 20 മിനിറ്റ് ആയിട്ട് മസാല വട്ടിച്ചിട്ട് ഇതിൽ നിങ്ങൾക്ക് എരിവ് നിങ്ങളനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യും കേട്ടോ. കുരുമുളകിൻ്റെ അളവ് വേണേൽ കൂട്ടാം, മുളക് വേണേൽ കൂട്ടാം. ഞാനിവിടെ ഇതാ ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ചീനച്ചട്ടിയിൽ വെച്ചിട്ട് ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാനിതാ നമ്മൾ ഈ അതിൽ കിടന്നിട്ട് 2 ഭാഗവും ഒന്ന് മൊരിയട്ടെ കേട്ടോ. ചെറുതായിട്ടൊരു 5 മിനിറ്റ്. എന്നിട്ട് നമുക്ക് കുറച്ചുകൂടി ഇതിലേക്ക് ചേരുവകൾ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. സൈഡും ചെറുതായിട്ടൊന്ന് മൊരി വരാൻ തുടങ്ങിയിട്ട് ഇനി നമുക്കിതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള അളവെടുക്കാം. തേങ്ങൻ്റെ കൊത്ത് ചെറുതായിട്ട് അളന്ന് തേങ്ങൻ്റെ കൊത്ത് ചേർത്തെടുക്കാം. ഇനി നമുക്കിതാ ഒരു ഇടത്തരം സവാള കേട്ടോ, ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 10 ചെറിയുള്ളി അതുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ചെറിയുള്ളി ഇല്ലെങ്കിൽ നിങ്ങളൊരു വലിയുള്ളി മാത്രം എടുത്താലും മതി. ഇനി ഒരു 2 പച്ചമുളകും കുറച്ച് കരിവേപ്പില കുറച്ച് നന്നായി ചേർത്തോളാം കേട്ടോ. എന്നിട്ടൊന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ ഉപ്പ് നോക്കാം. ഇനി എരിവ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടിയോ മുളക് പൊടിയോ വേണമെങ്കിൽ നല്ല കളറിനൊക്കെ വേണമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യുക. എല്ലാം ഈ സമയത്തൊന്ന് നോക്കാം കേട്ടോ. ഒരു പകുതി റോസ്റ്റ് ഇവിടെ റെഡി ആട്ടോ. നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ലാസ്റ്റിലേക്ക് ഉള്ളിയൊക്കെ മുരിയാൻ തുടങ്ങിയാൽ നിങ്ങൾ തീ കുറച്ച് വെക്കണേ, ഒരു ഭാഗം കരിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കരിവേപ്പിലയും കൂടി ഇതിൻ്റെ മേലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്യും. അപ്പോൾ ഇതാ കണ്ടോ, നമ്മുടെ ബീഫ് ഡ്രൈ റോസ്റ്റ് ഇവിടെ തയ്യാറാട്ടോ.
പൊള്ളി ടേസ്റ്റ് ആട്ടോ, എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ ഇതിൻ്റെ ടേസ്റ്റ്. ഇത് പൊറാട്ടൻ്റെയും നമ്മൾ പത്തിരി കപ്പ അതിൻ്റെ ഒക്കെ കൂടെ കിടു ടേസ്റ്റ് ആട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ് ചെയ്യുക, എന്നെ അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ. അതേപോലെ അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ പ്രസ് ചെയ്താൽ മാത്രമേ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു.